നമസ്കാരം. മലയാള ടെലിവിഷൻ ചാനലുകളിൽ വൈകുന്നേരങ്ങളിൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ പ്രതിനിധികളെ അയക്കണോ എന്നത് CPM ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിലമ്പൂർ MLA PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ചാനൽ ചർച്ചകളിലേക്ക് പ്രതിനിധികളെ CPM അയക്കാത്തത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുകയായിരുന്നു MV ഗോവിന്ദൻ. എന്തിനാണ് ഈ വിഷയം ഇതിനു മാത്രം ചർച്ച ചെയ്യേണ്ട കാര്യം? ഞങ്ങൾക്ക് ഒരു പ്രതിസന്ധിയുമില്ല. നിങ്ങൾ എന്തും പറഞ്ഞു. ഈ വിഷയത്തിൽ മാത്രമല്ല പല വിഷയത്തിലും ആലോചിക്കേണ്ടതുണ്ട്. വൈകുന്നേരമാകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ചർച്ചയും ആ ചർച്ചയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഏതെങ്കിലും ഒരാളെ വിളിക്കും, 15 ആളെ വേറെയും വിളിക്കും. എന്നിട്ട് എല്ലാവരും കൂടി ചേർന്ന് CPM-ന് വിരുദ്ധമായ ഒരു ആശയം ഉത്പാദിപ്പിക്കുന്ന ഈ വൈകുന്നേരത്തെ ചർച്ചയിൽ CPM പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന കാര്യം ഞങ്ങൾ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യാൻ പോവുകയാണ് എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. PV അൻവർ MLA-യുടെ പരാതി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിച്ചുവെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിച്ചു പറയുന്നു. പരാതിയിൽ പത്തനംതിട്ട SP ആയിരുന്ന സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. PV അൻവറിന്റെ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത് ഭരണതലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്നും അത് ഭരണതലത്തിൽ പരിശോധിക്കേണ്ടതാണ് എന്നുള്ള അഭിപ്രായമാണ് പാർട്ടിക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. PV അൻവർ സംസ്ഥാന സർക്കാരിനും CPM സംസ്ഥാന കമ്മിറ്റിക്കും നൽകിയ പരാതി പരിശോധിച്ചു. പരാതിയിൽ ഉന്നയിച്ച സുജിത് ദാസ് IPS-നെ അന്വേഷണ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ സസ്പെൻഡ് ചെയ്തു. ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഭരണതലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ വീഴ്ചയുമായി ബന്ധപ്പെട്ടവയാണ്. അതുകൊണ്ട് ഭരണതലത്തിലുള്ള പരിശോധനയാണ് ഇതിൽ ഉണ്ടാകേണ്ടത് എന്ന അഭിപ്രായമാണ് പാർട്ടിക്കുള്ളത്. അത്തരത്തിലുള്ള പരിശോധനയ്ക്ക് ആവശ്യമായ സംഘത്തെ ഫലപ്രദമായി അന്വേഷിക്കാൻ ശേഷിയുള്ള സംഘത്തെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. DGP നേതൃത്വം നൽകുന്ന സമിതിയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘമാണിത്. മറ്റംഗങ്ങൾ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ DGPയെ സഹായിക്കാനുള്ളവരാണ് എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. അന്വേഷണ റിപ്പോർട്ട് 1 മാസത്തിനകം ലഭിക്കുമെന്നാണ് കരുതുന്നത്. റിപ്പോർട്ട് ലഭിക്കുന്ന ഘട്ടത്തിൽ ഉയർന്നു വരുന്ന കാര്യങ്ങളിൽ പാർട്ടി തലത്തിൽ പരിശോധിക്കേണ്ടതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അക്കാര്യം ശക്തമായി പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തെറ്റായ സമീപനം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും കർശനമായ നടപടി പാർട്ടി തലത്തിൽ സ്വീകരിക്കും. പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിക്കുന്ന എല്ലാ പരാതികളും ഇത്തരത്തിൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കും. PV അൻവർ പരാതി എഴുതി നൽകിയിട്ടില്ലെന്നും അതുകൊണ്ട് ശശിയെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള അന്വേഷണത്തിലേക്കും പാർട്ടി കടക്കേണ്ടതില്ല എന്നും MV ഗോവിന്ദൻ പറയുന്നു. EP ജയരാജന് എതിരെ ഒരു സംഘടനാ നടപടിയും എടുത്തിട്ടില്ല എന്നും ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ P ശശി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ പാർട്ടി നടപടിയെടുക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താത്തതിനെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ന്യായീകരിച്ചിട്ടുണ്ട്. ADGP അല്ല, DGP ആണ് അന്വേഷിക്കുന്നത്. 1 മാസത്തിനുള്ളിൽ വിവരങ്ങൾ പുറത്തുവരും, അതുവരെ കാത്തിരിക്കാമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ജനപ്രതിനിധിയും പാർലമെന്ററി പാർട്ടി അംഗവുമായ PV അൻവർ ഇങ്ങനെ ആയിരുന്നില്ല പ്രശ്നം ഉന്നയിക്കേണ്ടിയിരുന്നതെന്നും MV ഗോവിന്ദൻ പറയുന്നു. അൻവർ പറയുന്നത് കേട്ട് രാഷ്ട്രീയ സമരം നടത്തേണ്ടി വരുന്നത് കോൺഗ്രസിന്റെ പരാജയമാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. അൻവറിന്റെ പിന്നിൽ ആരുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. SAG, the ultimate entertainment destination. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി SAG News ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.